കൂവണ്ട, ഞാനിവിടെ ഉണ്ട്. 2 പാവയ്ക്ക വേവിക്കാൻ ഇത്രയും കൂവേണ്ട വല്ല കാര്യമുണ്ടോ? കിക്കിലി ചേർത്തേ. അവിടെ ഒരാൾ കൂവുന്നു. എല്ലാരും കൂടെ അവിടെ എവിടെ ഇരുന്ന് കൂവിയാലേ കുറച്ച് പാടാ. എനിക്ക് 1.5 കാലേ അറിഞ്ഞൂടെ? വരുന്നേ, അവിടെ ഇരുന്ന് കൂവും. എന്നാത്തിനാ ഇങ്ങനെ വിളിച്ചു കൂന്നേ? ആലീസിന്റെ കാലേ മസിൽ കയറിയതാ. ഓ, ഇപ്പൊ ഇങ്ങനെ മസിൽ കയറാൻ എന്നതാ ഉണ്ടായേ? ഞാൻ വേണ്ട ഈ പില്ലോ കവർ ഇടുവായിരുന്നു മാറാല തുടയ്ക്കാൻ. ഈ തുടപ്പനും കൊണ്ട് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടായോ? തുടക്കലും വിരിക്കലും കട്ടിലൊരുക്കലും എന്നതാ ഇതൊക്കെ? എങ്ങാണ്ടെന്നോ ഒരുത്തൻ വലിഞ്ഞേറി വന്നതിന് ഇത്രയും തത്രപ്പാട് വേണോ? എങ്ങാണ്ടെന്ന് വലിഞ്ഞു കയറി വന്നതല്ല, അവൻ ഞങ്ങളുടെ കുഞ്ഞാ. നിങ്ങളുടെ കുഞ്ഞോ? പേരും പിറപ്പൊന്നും വേണ്ടെന്ന് വെച്ചവർക്ക് ഇപ്പൊ എവിടുന്ന ഇങ്ങനെ ഒരു കുഞ്ഞ്? ഞങ്ങളുടെ മടിയിലേക്ക് പെറ്റു വീണ കുഞ്ഞാ അവൻ. അവന്റെ പപ്പയെക്കാളും അമ്മയെക്കാളും ഇഷ്ടം ഞങ്ങളോടായിരുന്നു. ഞങ്ങൾ വാരി കൊടുത്താലേ ഉണ്ണു, ഞങ്ങളുടെ കൂടെ ഉറങ്ങൂ. സത്യം പറഞ്ഞ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നലാ. അല്ലൂടി ആലീസേ? ശരിയാ, എന്നാന്നറിയത്തില്ല, മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. അത്ര സന്തോഷിക്കൊന്നും വേണ്ട. അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത്. ആ ചെക്കനെ ഒരെല്ലു കൂടുതലാ. അല്ലേലും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തിക്ക് നല്ല മിടുക്ക. ചിരിക്കണ്ട ചിരിക്കണ്ട. ഇനി എവിടെയെങ്കിലും മസിൽ കയറിയാലേ ഉഴിയാനും പിടിക്കാനും എന്നെ കിട്ടത്തില്ല. ആ ഹോം നേഴ്സ് വരുന്നവരെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ വരെ മൂങ്ങളെപ്പോലെ കൂനിക്കൂടി ഇരുന്നതുങ്ങളാ. ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? മനസ്സിൽ വിചാരിച്ച ഒട്ടനെ മുമ്പിൽ വരും. ആക്രാന്തം 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 കാണിക്കാതെ ഇതൊന്നും ആരും എടുത്തോണ്ട് പോലും ഇവിടെ തന്നെ കാണും. പതുക്കെ പതുക്കെ കുടിച്ചോ. ഞാൻ ഒറ്റക്കല്ല, 2 അമ്മമാരും കൂടി. ഓഹോ, 2 ആൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ? ആലിസോച്ചമ്മേ, ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ. ഈ കൊച്ചൻ മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ. സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ? അയ്യോ, എനിക്ക് മതി. ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസിൽ കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ? അമ്മമാരെന്നല്ലയോ? ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ഈ 1 ഗ്ലാസ് പാവയ്ക്കാ നീരും 2 ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നേഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങതേ കൊത്താവും മോനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ, ഇത് പോളിയാ, മധുരവാ, കഴിക്കാൻ പാടില്ല. ഓ, വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനല്ലേ തരണേ. അല്ല, ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിങ്ങനെ അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇവൻ പെട്ടെന്ന് 2 പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വെറുതെ അല്ല 2 ആൾക്കും ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങാൻ ശേഷിയില്ലാത്തത്. ഇതുപോലെ ഓരോ ലോഡ് ഗുളികയും മരുന്നും കഴിച്ച് ഈ 2 ഉണക്ക ചപ്പാത്തിയും തിന്നുകൊണ്ടിരുന്ന കർത്താവിനാണെങ്കിൽ പോലും ഈ കസേരയിലിരുന്ന് ഇങ്ങനെ ആടാനേ പറ്റുള്ളൂ. എന്നാത്തിനാ നീ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഉത്തരവാദിത്തപ്പെട്ടവര് പോയ വഴിക്കാണെങ്കിൽ പിന്നെ എടുക്കാതെ എന്ത് ചെയ്യും? എനിക്ക് എന്റെ അമ്മമാരെ നോക്കാതിരിക്കാൻ പറ്റുമോ? കിക്കിലി ചേർത്തി എവിടെ പോയി? അയ്യോ, ഞാൻ ആ ഹോം നേഴ്സിന്റെ കാര്യം പറഞ്ഞേ. അവൾ അവളുടെ ഇച്ഛായന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പോയതാ. ഇന്നോ നാളെയോ എത്താതിരിക്കുകയല്ല. സോമ, ഹോം നേഴ്സിനെ ഒന്നും പറഞ്ഞേക്കല്ലേ. വേണ്ടേ, ഇവളുടെ വലം കയ്യാ. സോറി, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. അല്ല, അവരവരുടെ ലിസ്റ്റിൽപ്പെട്ട മരുന്നിന്റെ പേര് പറഞ്ഞാ ഞാൻ എടുത്തു തരാം. എനിക്ക് നല്ല കൈപ്പുണ്യാ.
വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാനിവിടുത്തെ ഹോം നേഴ്സും ആവാം. എന്നാ പിന്നെ വെക്കലും വിളമ്പലും ഒക്കെ കൂടി അങ്ങ് ആയിക്കോ. ഞാനങ്ങ് ഒഴിഞ്ഞു മാറി തരാം. വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ, ചിക്കൻ പുലാവ്, ചിക്കൻ 65 ഇതൊക്കെ ഞാനും ഉണ്ടാക്കും. ചിക്കൻ ചേട്ടത്തി പേടിപ്പിക്കല്ലേ. ചിക്കൻ ചേട്ടത്തി അല്ല, കിക്കിലി ചേട്ടത്തി. ആദ്യം പേര് പറഞ്ഞു പഠിക്കടാ കോമ. അയ്യോ, അങ്ങനെ ചൂടാവല്ലേ. ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ. അവിടുന്ന് അവന്റെ ഒരു സത്യം പറച്ചില്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ എന്റെ ചോരയിലുള്ളതാ. സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നാണം കണ്ടില്ലയോ? ഇനിയിപ്പൊ നേരം വെളുക്കേണ്ട താമസേ ഉള്ളൂ. മാത്തുക്കുട്ടിയോട് പോയി പറയും. ആരേ മാത്തൂട്ടി? കിക്കിലി ചേർത്തിയുടെ മോനാ. അവനാ ഇപ്പൊ തോട്ടത്തിലെ കാര്യസ്ഥൻ. എന്നാ കാര്യസ്ഥനാ? 24 മണിക്കൂറും വെള്ളത്തിലാ. വിളി കേക്കുന്നത് ആളെങ്കിർക്ക്. ஆசானே யாரா அது மாயாண்டியா? இங்க தண்ணிக்குள்ள வாடா. வேணாம், மாசத்துக்கு 2 தவணை குளிச்சாலி எனக்கு ஜலதோஷம் வந்துடும். தண்ணி எனக்கு அலர்ச்சி. എന്നാ കുറച്ച് വിക്സ് വരട്ടിട്ട് വാ. ഏതുക്ക് ആസാനെ? എപ്പ பார்த்தாലും തണ്ണിയിൽ ഇറക്കുക. എന്ന് ഞാൻ എൻ്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള്ള. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എൻ്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എൻ്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. ആ ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ രാജാവ് മാതിരി. മാത്തൂട്ടിയേ, നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു. നീ വേഗം എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തോത്തി. അല്ല, മാത്തൂട്ടി. ആ, ഇയാളെങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നേ? ആള് ശുദ്ധ പാവ. ഉള്ളിൽ ഒന്നുമില്ല. അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കണേ. തള്ളേ, അതെല്ലാം പ്രാക്ടീസ്. യോഗാസന. യോഗാസനം അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം. നീ കേറി വാടാ. പുതിയ മാനേജരെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ. എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജര്. ആഹാ, ഇത് സ്റ്റൂളാസന. നീನು ಹೊಸರೇನು? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല. പേരെന്നാ ചോദിച്ചത്? സോളമൻ. ചോളമൻ. പെരുമാളാ? അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ ഒലത്താനായി തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞാൻ. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കുറെ മലയും കുന്നും കാപ്പിത്തോട്ടം ഓറഞ്ചും. ആ ഇവന്റെ ഭാര്യയുടെ കല്യാണമുണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തു? ഇല്ല സാർ, ടൈം കിടക്കലേ. അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ? ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടനെ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞോ. അതായത് നാളെ. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോവോ? നല്ല സാപ്പാട് കിടക്കും. എന്നതാ സോമ നീ കാണിക്കുന്നേ? പിന്നല്ലാണ്ട്. ആ ആൽബത്തിലൊക്കെ നിങ്ങളെ കാണാൻ എന്ത് രസം. നല്ല കറുത്ത മുടിയും നല്ല ഉടുപ്പും ഒക്കെ ഇട്ട്. അല്ലാണ്ട് ഒരു കാര്യമില്ലാതെ എൻ്റെ അമ്മമാര് അമ്മൂമ്മമാരാവണ്ട.
ഈ ബംഗ്ലാവിന്റെ അകത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കാതെ പുറം ലോകമൊക്കെ ഒന്ന് കാണണം. ഇവന്റെ ഒരു കാര്യം. ഞാനും കണ്ടിരിക്കാമേ. ഇപ്പൊ റെഡിയാക്കി തരാം. അയ്യോ. എടി ആലീസേ, എന്റെ മുഖം കണ്ടോടി. അയ്യോ, ഇത് എന്റെ മുഖാണല്ലോ. സോമ, ഇവിടം കൂടി ഒന്ന് കറുപ്പിക്കണേ. എന്റെ ഇവിടെ ഇവിടെ ഇവിടെ. അത് വേണ്ട, മുഴുവൻ കറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൂവാലന്മാര് നിങ്ങളുടെ പുറകെ പോവാണ്ടിരിക്കാൻ. ಏನೋ നന്നായി കൂടാ നറക്കുಬೇಕು. ನನ್ನ ಕೂಡ ನಿದ್ರೆ ಬೇಕು. എന്തത് അതെത്ര ചിരിച്ചിട്ടോടനെ? അല്ല മാലതി, എന്താ? ഈ നന്നെ കൂടെ നിദ്രಬೇಕು. അയ്യോ വേണ്ട സാറേ, കൊച്ചന്മാരറിഞ്ഞ വളരെ മോശമല്ലേ. അല്ല എന്റെ അർത്ഥം. വേണ്ട വേണ്ട, ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ലേ. ഒന്ന് പോ സാറേ. പറയില്ല. ആ എല്ലാവരും നന്നെ കൂടെ നിദ്രಬೇಕು. എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? ക്യാരറ്റിന്റെ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ. പാൻറ്റും കോട്ടും കേട്ട് നടക്കണേ. എന്തോ വെച്ച് കിട്ടി? നമ്മള് പതിവാറായതുകൊണ്ട് അടിപറ്റില്ല. പണം എവിടെ? പണം എന്റെ കയ്യിലുണ്ട്. എവിടെ? അത് കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഞാൻ കൊടുത്തോളാം. അയ്യോ, ഞാൻ കൊണ്ട് കൊടുത്തില്ല, കൊച്ചന്മാര് സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല, ഇപ്പൊ ആര് കൊടുത്താലും കുഴപ്പമില്ല. എത്ര ഉണ്ട്? കിട്ടിയ മുഴുവൻ ഉണ്ട്. ബില്ല് എവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതിനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവാറായതുകൊണ്ട് വായുവിൽ എഴുതി കൂട്ടും. വായില്ലോ? വായു എയർ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. എന്ത് നാറ്റത്? ഇയാളെ കള്ളു കുടിച്ചണ്ട. ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. അതെ, കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചുണ്ടല്ലോ. മനസ്സിലായ? ഇതെന്തത്? പേപ്പർ. തനിക്കെന്താ പേപ്പർ വെച്ചോടും ഉണ്ടോ? അതെ, ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും. പാലക്കലച്ചനുള്ളതാ. നാളെ ഷക്കീലയുടെ പടം റിലീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചത്താ. ഞാൻ കണ്ടതാ, കൊള്ള. അതെ, ഒരെണ്ണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ. അയ്യോ, അച്ഛൻ സമ്മതിക്കല. സമ്മതിച്ചാൽ ഇപ്പൊ പള്ളി പറയാൻ പറയും. അച്ഛൻ പള്ളി തന്നെ ഇരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പറയാലോ. കേറി പോ നോക്ക്. അല്ല ഇതെന്താ? ചെവി. ഇതാ മാതാവ്, 100 നോട്ടാണല്ലോ. ഇതെങ്ങനെ എന്റെ ചെവിയിൽ വന്ന്? മാർക്കറ്റ് ഇടിഞ്ഞപ്പോ പറന്നു വന്നിരുന്നായിരിക്കും. പറഞ്ഞു വന്നായിരിക്കും. അഭ്യാസം എടുത്തോണ്ടല്ലോ. അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. പോയിക്കോ. പിന്നെ ഇത് വെച്ചോ. ഫുള്ളാ? ഇന്നെ കൂടാ നിദ്ര ബേക്കൂ. ഞാൻ അത്രക്കാരനല്ല. സാർ എന്നെ അങ്ങനെ കാണരുത്. ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും ഇല്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. അല്ല മാത്തൂട്ടി, മാറിക്കണോ? കാശ് തന്നെ വളക്കാൻ നോക്കണേ. എന്നെ കിട്ടൂല. വണ്ടി വിട്ടോടാ, കുഴപ്പമാണ്. ചേർത്തി, എന്താ? ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ. ഓടിക്കളത്തെ അത്താഴം കൊടുത്തില്ലേ? എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന എടുത്തോണ്ട് പോവാൻ. ചേർത്തി അതോടെ വെച്ചേ. ചേർത്തി, എടുത്തോണ്ട് പോ. എടി ഒമ്നേഴ്സേ, വെളച്ചിൽ എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നിന്റെ ഇവിടെ ആശുപത്രി നടത്താം. അതെ, അവന്റെ മുന്നിലിരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ശവോ? ഇത് ചിക്കൻ കറി അല്ലേ? അതന്നെ ഞാനും പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവ. അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം തന്നെയാ. അതെടി, കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടി ഒന്നും നിന്റെ ശവം തിന്നു ഞാൻ എന്നെ തിന്നല്ലേ. ചേർത്തി അതോടെ വെക്ക. ചേർത്തി എടുത്തോണ്ട് പോവാൻ. വെക്കാനാ പറഞ്ഞത്. നിങ്ങൾ വെക്കുക പിടിക്കുക തിന്നുക എന്തെന്ന് വെച്ചാ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ പോകേണ്ടതാ. ചേർത്തി വീട്ടിൽ പോക്കോ. അവന്റെ ഒരു ഒടുക്കത്തെ അത്താഴോ. അല്ല, ഓട്സും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. ഉണ്ടോ? ഇത് കെടുക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി, അവന്റെ ഒരു തമാശ. മട്ടനും കൂടി ആവായിരുന്നു. സോമ, എന്നാ സോമ ഉണ്ടായേ? കൊച്ചമ്മമാര് അത്താഴം കഴിക്കാൻ വരുമ്പോ ഇവിടെ ഇരുന്ന് ചിക്കൻ കറി കഴിക്കരുതെന്ന് സോഫിമോള്. കഴിച്ചാൽ എന്താന്ന് ഈ ആർത്തി പണ്ടാരം. അല്ല, നമ്മുടെ സാറ് ദേഷ്യം കയറി കറിപ്പാത്രത്തെ സോഫിമോള് ഒറ്റ തട്ട്. അത് കണ്ടിട്ട് അവളുടെ കരണക്കുട്ടിക്ക് ഒരൊറ്റ അടി. എന്റെ മാതാവേ, എന്നതാ സോമ ഇതൊക്കെ? പെൺപിള്ളേരായ ഇത്ര എടുത്തട്ടം പാടില്ല. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ എന്നതാ ഒരു സമാധാനം? അവിടെ സ്വഭാവം അങ്ങനെയാ. ദേഷ്യം കേറിയ മേല് കീഴ് നോക്കുകയല്ല. പക്ഷെ ആള് ശുദ്ധ പാവാ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട എനിക്കെന്തിനാണ് അവളോട് ദേഷ്യം? ഞാൻ ഇവിടെ വെച്ച അവളെ ആദ്യമായിട്ട് കാണുന്നേ. പക്ഷെ അവളുടെ പെരുമാറ്റം കണ്ട ആരോ എന്തോ എരിവേറ്റി കൊടുത്ത മട്ടാ. അടുപ്പിലെന്തോ കരിയണം മണം. ഭയങ്കര കോൾഡാ. പോട്ടെ, നടന്നത് നടന്നു.
ഇനി ഈ പേരും പറഞ്ഞ് അവൾ ഇന്ന് അത്താഴം കഴിക്കുകയല്ല. എനിക്കും വേണ്ട. കണ്ടോ, നിങ്ങൾ രണ്ടാളും കഴിച്ചില്ലേ പിന്നെ സമാധാനായിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? അതാ പറയുന്നേ, നീ ചെന്ന് അവളോടൊരു സോറി പറഞ്ഞു വിളിച്ചോണ്ട് വാ. ഈ സ്വർഗത്തിൽ എന്നാത്തിനാ വഴക്കും പിണക്കവും പട്ടിണി കിടക്കലും? മോൻ ചെല്ലേ ചെല്ല് സോമ, ചെല്ലേ. ചെല്ല്. എന്റെ ഈശോയെ. സോറി. സോറി പറഞ്ഞ എല്ലാം പൊറുക്കണം. അതാണ് മാനേഴ്സ്. എന്നെ ആരും മാനസ് പഠിപ്പിക്കണ്ട. ഇന്നേ വരെ ഒരു ഈർക്കലുണ്ട് പോലെ എന്നെ ആരും തല്ലിയിട്ടില്ല, അറിയോ? അതിന്റെ കുഴപ്പത് ഒന്നേ ഉള്ളെങ്കിലും തലക്കിട്ട് ഒലക്കടിച്ച് വളർത്തണോന്നാ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത്. കാരണവന്മാരുള്ള തറവാട്ടി തന്നെ ഞാൻ വളർന്നെ. ഉയ്യോ, ചൂടാവല്ലേ, ഞാൻ ഉടക്കാൻ വന്നല്ല. പെട്ടെന്ന് കറി എടുത്ത് കളഞ്ഞപ്പോ ദേഷ്യം വന്നു. ദേഷ്യം വന്ന കരണം തടിക്കുക ചെയ്യാ. ദേഷ്യം വന്ന കറി എടുത്ത് കളയാണ് ചെയ്യാ. എനിക്ക് അപ്പോഴങ്ങനെയാ തോന്നിയത്. അതുപോലെ എനിക്ക് അടിക്കാനേ തോന്നി. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ സംഭവിച്ചു പോയി. സോറി. വന്നത്താഴം കഴിക്കും. വെജിറ്റേറിയൻസ് കഴിച്ചു കഴിഞ്ഞിട്ടേ ഇനി മുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുള്ളൂ. എനിക്ക് വേണ്ട. ആ, അങ്ങനെ കടുപ്പിച്ചു പറയല്ലേ. നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവരും കഴിക്കില്ല. നമ്മൾ കാരണം ആ പാവ അമ്മമാരെന്തിനാ പട്ടിണി കയറണേ? ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരല്ലേ. അവരുടെ ആരോഗ്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെയല്ലേ സോഫി പറഞ്ഞേ. എന്നിട്ട് സോഫി ഇങ്ങനെ ചെയ്യാമോ? ഏയ് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാടി മോളെ. എന്ത്? വഴിക്ക് വീഴാണ്ട് വേഗം ചെല്ല്. പോടാ വട്ടി. ഇവള് ഇക്ഷ ഇക്ക എങ്ങ കായ്ക്ക 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 കായ്ക്ക. അത് കഴിഞ്ഞിട്ട് എന്തുട്ടത്? എന്ത് പണ്ടറയിലാവട്ടെ, അത് വരയ്ക്കാതെ അവൾ ഇവിടുന്ന് പോവില്ല. എന്റെ പ്രിയനെ, വരൂ, നമുക്ക് വയലുകളിലേക്ക് പോകാം, ഗ്രാമങ്ങളിൽ അന്തി ഉറങ്ങാം. നമുക്ക് അതിരാവിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരിവള്ളികൾ തളിർത്തോ എന്നും മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്നും മാതള മരങ്ങൾ പൂവണിഞ്ഞോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ എന്റെ പ്രണയം നൽകാം. ഒരു പെട്രോമാക്സും കൂടി എടുത്തോളൂ. അല്ലെങ്കിൽ അതിരാവിലെ ഇരുട്ടത്ത് തട്ടി വീണ് പ്രണയം കയ്യിൽ നിന്ന് തെറിച്ചു പോയാലാ? നീ എന്നാത്തിനാ അവളെ പിന്നെയും ദേഷ്യം പിടിപ്പിച്ചേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. നിങ്ങളുടെ വഴക്ക് ഇനിയും തീർന്നില്ലയോ? തീർന്നല്ലോ. അതുകൊണ്ടല്ലേ സോഫിക്കുട്ടി വെറും പൂച്ചക്കുട്ടിയായിട്ട് വന്നിരുന്ന് ഞം 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 കഴിച്ച കണ്ടില്ലേ? പക്ഷെ അവളുടെ മുഖത്തെ കടുപ്പം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് ആമ്പിള്ളേരുടെ കൈയിന്റെ ചൂടറിഞ്ഞതിന്റെ തുടുപ്പാ. ചൂടാറുമ്പോ ആ കടുപ്പൊക്കെ മാറിക്കോളും.